Hi, Miss Sankita, आपकी हिंदी टीचर. Okay, all of you please stand up and say good morning. Good morning, children. Please sit down. Okay. Today I'm teaching you grammar. Okay, this is very important for you. You should not forget what I am teaching here now. Okay, എന്താണെന്ന് വെച്ചാൽ ഗ്രാമർ നിങ്ങൾക്ക് 10th സ്റ്റാൻഡേർഡ് വരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സോ ഞാൻ ആദ്യം തൊട്ടേ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് തൊട്ടേ ഞാൻ പറഞ്ഞു തരാണ്. Okay, we have 8 parts of speech. Here we will study about this. Okay, Saknya, വിശേഷൻ, ക്രിയാവിശേഷൻ, സർവണം, ഇങ്ങനെ പോവും നമ്മുടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ളതായിട്ടുള്ളതും ആദ്യം പഠിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു കാര്യം നന്നായിട്ട് ചിന്തിക്കണം. ഗ്രാമർ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ഹാവ് ടു ആസ്ക് മീ ആൻഡ് യു ഹാവ് ടു ക്ലിയർ ഇറ്റ്. ഓക്കെ, കാരണം ഗ്രാമർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10th സ്റ്റാൻഡേർഡ് വരെ ഇതുണ്ട്. അതുകൊണ്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. സോ യു ഷുഡ് നോട്ട് ഫോർഗെറ്റ്. ഓക്കെ, ഞാനിത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോകണം. ആൻഡ് അനദർ തിങ്, നമ്മൾ ഈ ക്ലാസ് ഇത് ചെയ്തിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ നമ്മൾ ഇതും പഠിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഇതാണ് നമ്മൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടല്ലോ. പാർട്സ് ഓഫ് സ്പീച്ച് എത്രയാണ്? 8 ഉണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും എത്രയുണ്ട്? പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഓരോന്നും നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് സജ്ഞ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സജ്ഞ ക്യാ ഹേ എന്ന്. സജ്ഞ ക്യാ ഹേ പറഞ്ഞേ, സജ്ഞ എന്താണ്? സജ്ഞ वो शब्द जो किसी व्यक्ति, प्राणी, वस्तु, स्थान, भाव आदि के नाम के स्वरूप में प्रयुक्त होते हैं, उसे क्या कहते हैं? संज्ञा कहते हैं. അല്ലെങ്കിൽ എന്താണ്? സഭി നാമപദവും കോ സംജ്ഞ कहते हैं. അല്ലേ, നെയിമിംഗ് വേർഡ് ഈസ് കോൾഡ് ആസ് എ നൗൺ. അതിന് എന്താണ് പറയുന്നത്? സംജ്ഞ वो शब्द है जो किसी व्यक्ति, प्राणी, वस्तु, स्थान, भाव आदि के नाम के स्वरूप में प्रयुक्त होते हैं. മനസ്സിലായല്ലോ? ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ ഒരു പ്രാണിയുടെയോ അല്ലെങ്കിൽ എന്താണ് ഭാവത്തിൻ്റെയോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംജ്ഞ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പം ഇഫ് ഐ എം കോളിങ് യുവർ നെയിം, ഐ എം ജസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു എ എന്നൊരു പേര്, അല്ലെങ്കിൽ വേണ്ട, ശ്രുതി എന്നുള്ള പേരായിരിക്കും. ഓക്കെ, ഇപ്പോൾ ശ്രുതി, അപ്പോൾ ശ്രുതി എന്നുള്ള പേരെന്തായിരിക്കും? നൗൺ. അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനസ്സിലായി? ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ, അതോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഒരു തിങ്, പെൻ ഉണ്ടോ, ടീച്ചറിൻ്റെ പെൻ, ഇതൊക്കെ കലം, ഏ സബ് ക്യാ ഹേ? ഏ സബ് സംജ്ഞ ഹേ, അല്ലേ? അപ്പം സംജ്ഞയെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? വിശേഷൻ. വാട്ട് ഈസ് വിശേഷൻ? നെക്സ്റ്റ് വിശേഷൻ എന്താണെന്ന് പഠിക്കാം. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംജ്ഞ അഥവാ സർവനാം ശബ്ദോക്കി വിശേഷ കലാത്തെ ഹെ. മനസ്സിലായി? വിശേഷൻ എന്താണ്? സംജ്ഞ അഥവാ സർവനാം ശബ്ദോക്കി വിശേഷൻ കലാത്തെ ഹെ. മനസ്സിലായി? വിശേഷത പറയുന്നതാണ്. സംജ്ഞയുടെയോ സർവനാമിൻ്റെയോ സംജ്ഞയുടെയോ സർവനാമിൻ്റെയോ വിശേഷൻ പറയുന്നതാണ് എന്തോന്ന്? അതിൻ്റെ വിശേഷത പറയുന്നതാണ് വിശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംജ്ഞയും സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാം എന്ന് പറഞ്ഞാൽ പ്രോണൗൺ. മനസ്സിലായോ? സംജ്ഞ എന്ന് പറഞ്ഞാൽ നൗൺ, സർവനാം എന്ന് പറഞ്ഞാൽ പ്രോണൗൺ. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് ഇൻസ്റ്റെഡ് ഓഫ് സംജ്ഞ, അല്ലേ? എന്താണ്? വേർഡ് വിച്ച് ഈസ് യൂസിങ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. അതിനല്ലേ ഇപ്പോൾ ഹീ, ഷീ ഇങ്ങനെ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹീ, ഷീ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹൂസ് അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ, അതാണ് സർവനാം. ഓക്കെ, എന്താണ്? ദ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോണൗൺ. ആ പ്രോണൗണിനെയാണ് എന്തെന്ന് പറയുന്നത്? സർവനാം എന്ന് പറയുന്നത്. സോ ഈ സർവനാമിൽ അല്ലെങ്കിൽ സർവനാമിനെയോ സംജ്ഞയ്ക്കോ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ വിശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംജ്ഞയ്ക്കും സർവനാമിനും എന്താണ് വിശേഷിപ്പിക്കുന്നതെന്ന് നോക്കാം. കാല ചെഹര, പിന്നെ ലെംപാലെടുക്ക, ഇങ്ങനെയൊക്കെ പറയൂലേ കുട്ടിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചോട്ടാ ബെച്ച, നമുക്കൊരു ബെച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നൗൺ, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്ലിയർ അല്ല. സോ വെൻ വി ആഡ് ചോട്ട, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ചോട്ടാ ബെച്ച എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞ്, അല്ലേ, ചെറുത്, അതാണ് വിശേഷൻ. സംജ്ഞയെ വിശേഷിപ്പിക്കുന്നതാണ് എന്തോന്ന്? വിശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലീസ് ലുക്ക് അറ്റ് ദി ബോർഡ്. സംജ്ഞ. ഇപ്പോൾ സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? സംജ്ഞ वो शब्द है
जो किसी व्यक्ति प्राणी व्यक्ति प्राणी वस्तु स्थान या भाव के नाम के स्वरूप में प्रयुक्त होता है। उदाहरण റാണി, രാജ, പിന്നെ ദില്ലി, ദുഃഖ് ഭാവമാണ് ഏത് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് संज्ञा वो शब्द है जो किसी व्यक्ति प्राणी वस्तु स्थान या भाव के नाम के स्वरूप में प्रयुक्त होता है. ഉദാഹരണം റാണി, രാജ, ദില്ലി. അപ്പം ഒരു വ്യക്തിയോ ഒരു പ്രാണിയോ ഒരു വസ്തുവോ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഭാവത്തിനോ, ഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഇമോഷൻസ് അല്ലേ, എന്താണ് ദുഃഖം, സന്തോഷം, ഇതൊക്കെയാണ് ഭാവങ്ങൾ. അപ്പം ഈ ഭാവങ്ങളെല്ലാത്തിനെയുമാണ് എന്ത് പറയുന്നത്, സംജ്ഞ എന്ന് പറയുന്നത്. ഇപ്പോൾ റാണി, രാജ, ദില്ലി, ദുഃഖ്. റാണി ഒരാളുടെ പേര്, രാജ ഒരാളുടെ പേര്, ദില്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേര്, ദുഃഖം എന്ന് പറഞ്ഞ ഒരു ഭാവം. അപ്പോൾ ഈ സംജ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സംജ്ഞ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു സെൻറ്റൻസിൽ എന്തായിരിക്കണം, പേര്. ഏതിൻ്റെ പേര്, വീട്ട്, ഒരു കുട്ടിയുടെ പേരോ ഒരു വീട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പ്രാണിയുടെ പേരോ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ഭാവത്തിൻ്റെ പേരോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യു ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സംജ്ഞ. അപ്പോൾ സംജ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. വാട്ട് ഈസ് സംജ്ഞ എന്ന് മനസ്സിലായല്ലോ. നെയിമിങ് വേർഡ് അല്ലേ, സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ, നൗൺ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നെയിമിങ് വേർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്യാ ഹേ, നെക്സ്റ്റ് വിശേഷൻ. വിശേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചത് തന്നെയാണ്, എന്നാലും ടീച്ചർ ഒന്നും കൂടി പറയാണ് അല്ലേ. സെക്കൻഡ് നമ്മളെന്താ, അഡ്ജക്റ്റീവ്. എന്താണ് വിശേഷൻ എന്ന് പറഞ്ഞാൽ സംജ്ഞ അഥവാ സർവനാം शब्दों की विशेषता बताने वाले शब्द को विशेषण कहते हैं. कहलाते हैं. ओके, सुंदर, स्वच्छ, बेड़ा, ഇതെല്ലാം വിശേഷണമാണ്. ഓക്കെ, സംജ്ഞ അഥവാ സർവനാം. സർവനാം എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു തന്നു പ്രോനൗൺ എന്നാണ്. വാട്ട് ഈസ് പ്രോനൗൺ? ദ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ അല്ലേ. നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാം. അപ്പോഴത്തേക്ക് സംജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് സർവനാം. അപ്പോൾ എന്താണ്, ഹി, ഷീ എന്നൊക്കെയാണ് നമ്മൾ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ വോ, ഊസ്, ഇങ്ങനത്തെ വേർഡ്സ് അല്ലേ, ഒരാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് സർവനാം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ, അവൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സംജ്ഞ അഥവാ സർവനാം ശബ്ദോं की വിശേഷത ബത്താനെ വാലെ ശബ്ദ്. സംജ്ഞയ്ക്കോ സർവനാമിനോ വിശേഷിപ്പിക്കുന്ന വാക്ക് അതിനെയാണ് എന്തോന്ന് പറയുന്നത്, വിശേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സംജ്ഞയോ സർവനാമിൻ്റെ വിശേഷത പറയുന്ന വാക്കിനെയാണ് വിശേഷൻ എന്ന് പറയുന്നത്. സുന്ദർ ലഡ്ക, സ്വച്ഛ് നഗർ, ബെഡാ ലഡ്ക, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ അതായത് ഒരു വേർഡിനെ അതിനെ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും അല്ലേ. അതിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് എന്തോന്ന് പറയുന്നത്, വിശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, संज्ञा के 3 भेद हैं.
വ്യക്തിവാചക്, ജാതിവാചക് और ഭാവവാചക് അല്ലേ? എത്ര ഭേദമുണ്ട്? 3 ഭേദമുണ്ട്. വ്യക്തിവാചക്, ജാതിവാചക് और ഭാവവാചക് അല്ലേ? അപ്പം ഈ വ്യക്തിവാചക് എന്താണെന്ന് നോക്കാം. എന്താണ് വ്യക്തിവാചക്? वो शब्द जो किसी एक व्यक्ति, वस्तु आदि का बोध करवाता है उसे व्यक्तिवाचक संज्ञा कहते हैं. എന്താണ്? वो शब्द जो किसी एक व्यक्ति, वस्तु आदि का बोध करवाता है. ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് എന്താണെന്ന് പറയുന്നത്? വ്യക്തിവാചക സംജ്ഞ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വസ്തുവിനെയോ ഇപ്പം നോക്കാം, ടേബിൾ, കുർസി, പെൻ, മുംബൈ, ഇതിനെ നമുക്ക് തിരിച്ചറിയണം വ്യക്തിവാചകമെന്ന്. മനസ്സിലായോ? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ പേരോ അതോ വസ്തുവിൻ്റെ പേരോ ഉണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? തിങ്സും ഒരു മനുഷ്യൻ്റെ വ്യക്തിയുടെ പേര് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഐഡൻറ്റിഫൈ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യക്തിവാചക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ജാതിവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ജാതിവാചക്? എന്താണ് ജാതിവാചക് എന്ന് പറഞ്ഞാൽ? जो शब्द संज्ञा किसी जाति का बोध करवाता है उसे क्या कहते हैं? जातिवाचक संज्ञा है. जो शब्द संज्ञा किसी जाति का बोध करवाता है उसे क्या कहते हैं? जातिवाचक कहते हैं. അതെന്താണ്? കിസി ജാതിക്ക് എന്ന് പറഞ്ഞാൽ ലഡ്കി ഒരു കമ്മ്യൂണിറ്റിയെ പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ പറയുന്ന കാര്യമാണ് എന്തോന്ന്? ജാതിവാചക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കൂട്ടത്തോടെ ലഡ്കി, സോൾജേഴ്സ്, സേന അങ്ങനെയൊക്കെ പറയൂലേ? ഒരു ജാതി, ഒരു കൂട്ടം ജാതിയെ പറയുന്നതാണ് ജാതിവാചക്. भाववाचक संज्ञा എന്താണ്? भाववाचक संज्ञा എന്ന് പറഞ്ഞാൽ जिन संज्ञा शब्दों को से पदार्थों की अवस्था, അത് ഗുൺ, ദോഷ, ധർമ്മ, ദശ അതിനെയൊക്കെയാണ് എന്തോന്ന് പറയുന്നത്? ഭാവവാചക് സംജ്ഞ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതാണ്? ശബ്ദോസെ പദാർത്ഥോങ്കി അവസ്ഥ, ഗുണ, ദോഷ, ധർമ്മ ഇതൊക്കെ ഉള്ളതാണ് ഭാവവാചക് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സംജ്ഞയ്ക്ക് 3 ഭേദമുണ്ട്: വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വേണം ആ ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് സംജ്ഞ എന്ന് മാത്രം പറയരുത്. ബിക്കോസ് യു ആർ സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ്. നിങ്ങൾ തിരിച്ചറിയണം എന്താണ് സംജ്ഞ എന്ന് മാത്രമല്ല പറയേണ്ടത്. പിന്നെ എന്താണ് പറയേണ്ടത്? അത് വ്യക്തിവാചകാണോ, ജാതിവാചകാണോ, ഭാവവാചകാണോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംജ്ഞ അഥവാ സർവനാം ശബ്ദോങ്കി വിശേഷത बताने वाले शब्द को क्या कहते हैं? विशेषण कहते हैं. നമ്മൾ അത് അല്ലേ പഠിച്ചു. എന്താണ് അതിൻ്റെ വിശേഷത പറയുന്നതാണ് ഇത്. അതിന് 4 പ്രകാരമുണ്ട്. 4 प्रकार के हैं: സംഖ്യാവാചക്, പരിമാണവാചക്, ഗുണവാചക്, സാർവനാമിക്. ഓക്കെ, എത്ര ഇതുണ്ട്? 4. മനസ്സിലായോ? 4 प्रकार के हैं: गुणवाचक, संख्यावाचक, परिमाणवाचक और सार्वनामिक. ओके, व्हाट ഈസ് ഗുണവാചക്? ഓക്കെ, ആദ്യം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഗുണവാചക് എന്താണെന്ന് നോക്കാം. അതെന്താണ്? ജിസ് शब्द से संज्ञा या सर्वनाम के गुण रूप है. जिस शब्द में संज्ञा या सर्वनाम के गुण रूप रंग आदि का बोध होता है उसे क्या कहते हैं? गुणवाचक. ഗുണവാചകാണ് ഏറ്റവും എളുപ്പം പഠിക്കാനായിട്ട്. ഓക്കെ, എന്താണ് ഏറ്റവും എളുപ്പം? ഗുണങ്ങൾ മാത്രം അല്ലേ? നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യണത് ഗുണങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളെ കുറിച്ച് ഗുണവാചക് പറയാം. എന്താണ്? ഒരു ശബ്ദത്തിലെ സംജ്ഞയോ സർവനാമിൻ്റെയോ അല്ലേ ഗുണം, രംഗം എന്ന് പറഞ്ഞാൽ എന്താ? കളറ് അല്ലേ? കളറ്, രൂപം, കളറ്, അതിൻ്റെ ഇതിനെ കുറിച്ച് പറയുന്നതാണ് എന്തോന്ന്? ഗുണവാചക് സംജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാ ഹേ? സംഖ്യാവാചക് സംജ്ഞ. ടീച്ചർ ആദ്യം ഇട്ടതാണ് കേട്ടോ, സംഖ്യാവാചക്. അതെന്താണ്? ജിസ് വിശേഷൻ से संज्ञा या सर्वनाम की संख्या का बोध होता है. संख्യ കറക്റ്റ്. ഇത് സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്പേഴ്സ്. ഇപ്പം ദോനോ ഭായിയോ മേം ബെഡ പ്രേം ഹേ. ഇപ്പം ദോനോ ഭായി എന്ന് പറയില്ലേ? ദോനോ ഭായിയോ മേം അല്ലേ? ദോനോ ഭായിയോം ഇങ്ങനെ ദോനോ ഭായിയോം. നമ്മൾ സംജ്ഞ എന്ന് പറയുന്നത് ഏതാണ്? ഇത് സംജ്ഞ ഇതായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ദോനോം. ഓക്കെ, ദോനോം ഭായിയും. അപ്പോൾ ഈ സംജ്ഞയെ വിശേഷിപ്പിക്കുന്ന ആളാരാണ്? ദോനോം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, 2 ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ നമ്പേഴ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സംഖ്യാവാചക്. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഉൻകി ദൂസരി ലഡ്കി കി ഷാദി ഹേ. ഉൻകി ദൂസരി എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് ഗേൾ അല്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ നമ്പേഴ്സിനെ ബോധിപ്പിക്കുന്നതാണ് എന്തോന്ന്? സംഖ്യാവാചക്. ഇപ്പോൾ നെക്സ്റ്റ് എന്താണ്? പരിമാണവാചക്. വാട്ട് ഈസ് പരിമാണവാചക്? എന്താണ് പരിമാണവാചക് എന്ന് പറഞ്ഞാൽ? ജിസ് വിശേഷൻ സെ കിസി വസ്തു की नाप तोल का बोध होता है.
അളവുകോല്. നാപ്തോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുകോല് അല്ലേ? ഏതെങ്കിലും വാക്കിൻ്റെ എന്താണ് അളവുകോലിനെ കുറിച്ച് പറയുന്നതാണ് എന്തോന്ന്? പരിമാണവാചകം. എന്താണ്? മുझे 2 मीटर कपड़ा दो. 2 मीटर कपड़ा മനസ്സിലായോ? മുझे 2 मीटर कपड़ा दो. അതിൽ മീറ്ററാണ് അല്ലേ നമുക്ക് അളവ് തരുന്നത്, കിലോ. ഇങ്ങനെ അളവ് പറഞ്ഞു തരുന്നതാണ് എന്ത്? പരിമാണവാചക്. മനസ്സിലായോ? ഇനി സർവനാമിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സർവനാമിക് വിശേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? जब कोई सर्वनाम शब्द संज्ञा या संज्ञा शब्द से पहले आए तथा वो विशेषण शब्द की तरह संज्ञा की विशेषण बताते हैं. മനസ്സിലായോ? ഉസേ സർവനാമിക് വിശേഷൻ कहता है. എന്താണ്? ഒരു സർവനാമിൻ്റെയോ സംജ്ഞയുടെയോ ആദ്യം എന്ത് ഒരു വിശേഷം ചെയ്യുന്നതിനെയാണ് അതിനെ എന്ത് പറയുന്നത്? സർവനാമിക് വിശേഷൻ എന്ന് പറയുന്നത്. വോ ആത്മീ വ്യവഹാർ സെ കുശൽ ഹേ. മനസ്സിലായോ? വോ ആത്മീ വ്യവഹാർ. മനസ്സിലായോ? ഇത് ആദ്യമാണ് വരുന്നത്. നമ്മൾ ഈ ബാക്കിയെല്ലാം എന്താണ്? രണ്ടാമതാണ് വരുന്നത്. ഇതിൻ്റെ വിശേഷൻ ആദ്യം വരും. അപ്പോൾ ഇത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. വോ ആത്മീ, വഹ് എന്ന് പറയുമ്പോഴത്തേക്ക് സർവനാമാവും. ആത്മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? വോ ആത്മീ വ്യവഹാർ സെ കുശൽ ഹേ. മനസ്സിലായോ? കോൺ ഛാത്ര മേരാ കാം കരേഗ. ഇങ്ങനെ വരുന്ന ആദ്യത്തെ വേർഡ് വോ ആത്മീ, അത് ഇങ്ങനെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർവനാമിക് വിശേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വിശേഷണത്തിൻ്റെ ആദ്യം വരുന്ന വാക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? അത് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് വിശേഷൻ. 4 എണ്ണമുണ്ട്: സംഖ്യ, പരിമാണ, ഗുണ, സർവനാമിക്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്രിയ. വാട്ട് ഈസ് ക്രിയ? ക്രിയ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? വെർബ് അല്ലേ? എന്താണ് ക്രിയ എന്ന് പറയുന്നത്? വെർബ്. ക്രിയ മാനെ ക്യാ ഹെ? വെർബ്. അപ്പം വാട്ട് ഈസ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് വെർബ് എന്ന് പറഞ്ഞാൽ? जिस शब्द से किसी काम के करने या होने का बोध हो उसे क्रिया कहते हैं. എന്താണ്? जिस शब्द में किसी काम के कारण या होने का बोध हो उसे क्रिया कहते हैं. നമ്മൾ ഒരു ശബ്ദത്തിൽ എന്താണ് നമ്മൾ ജോലി ഡൂയിങ് വേർഡ്സ് അല്ലേ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നെങ്കിൽ അതിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പറയാം. ആദ്യത്തെ എക്സാമ്പിൾ ഖാന. എന്താണ് ഖാന? അതിൻ്റെ എന്താണ്? കഴിക്കുക, ഡൂയിങ് വേർഡ് അല്ലേ? ഒരു വർക്ക്, വാക്ക് ചെയ്യുക. ഈ ഇതിനെയാണ് എന്ത് പറയുന്നത്? പഠന. അതിൽ എന്താണ്? പട്. ഇതാണ് ഡൂയിങ് വേർഡ്. മനസ്സിലായോ? ഒരു വാക്കിൻ്റെ എന്താണ്? കാം കർണേ യാ ഹോനെ കാ ബോധ് ഹോ ഉസേ ക്യാ कहते हैं? ക്രിയ कहते हैं. മനസ്സിലായോ? ക്രിയയ്ക്ക് 2 പ്രകാരമുണ്ട്. ഏതൊക്കെയാണ്? സകർമ്മക്കും അകർമ്മക്കും. ക്രിയ 2 പ്രകാർ കെ ഹെ. അതിൻ്റെ ഒന്ന് എന്താണ്? അകർമ്മക്കും സകർമ്മക്കും. അകർമ്മക്കും സകർമ്മക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. അപ്പം ക്രിയ എന്ന് പറഞ്ഞത് എന്താണ്? ക്രിയ ജോ ശബ്ദ ഹെ വോ കിസി काम के करने या होने का बोध उसे क्रिया कहते हैं. ഒന്നിലാണ് എക്സാമ്പിൾ ഖാന, പഠന, പട് അല്ലേ? എന്തെങ്കിലും ഡൂയിങ് വേർഡ്സ്, ആക്ഷൻ വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്രിയയായിട്ട് എടുക്കണം. അപ്പം അതിൽ 2ആയിട്ടുണ്ട്. ഒന്ന് സകർമ്മക്കും അകർമ്മക്കും. അതിന് 2 ഭേദമുണ്ട്: സകർമ്മക്കും അകർമ്മക്കും. ഇത്രയും മാത്രം പഠിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ക്രിയാവിശേഷൻ. ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? ക്രിയാവിശേഷൻ നിങ്ങളിതെല്ലാം പഠിച്ചതാണെന്ന് അറിയാം. ഒന്ന് ഓർമ്മിക്കാനായിട്ട് വെറുതെ ഒരു ഇത് ക്ലാസ് തന്നേ ഉള്ളൂ. ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാവിശേഷൻ എന്താണ്? जिन शब्दों में से क्रिया की विशेषता का पता चलता है उसे क्रियाविशेषण कहते हैं. എന്താണ്? ഒരു ശബ്ദത്തിൽ ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായോ? മറ്റേ വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംജ്ഞ വിശേഷിപ്പിക്കുന്നതാണെങ്കിൽ വിശേഷൻ എന്ന് പറയും. ക്രിയയെ വിശേഷിപ്പിക്കുന്നെങ്കിൽ അതിനെ എന്ത് പറയും? അതിനെ क्रियाविशेषण എന്ന് പറയും. ഓക്കെ, जिन शब्दों से क्रिया की विशेषता का पता चलता है उसे क्या कहते हैं? विशेषण कहते हैं. ഇതിൽ എത്ര ഉദാഹരണം ഞാൻ പറയാം. ധീരെ ധീരെ, മെല്ലെ നടക്കുന്നു. അപ്പം നടക്കുന്നു എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ധീരെ ധീരെ ചൽത്താ ഹെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ധീരെ ധീരെ എന്താണെന്ന്. ക്രിയാവിശേഷൻ അല്ലേ? നടക്കുന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അല്ലേ? എങ്ങനെ നടക്കുന്നു എന്ന്. തേസ്, സ്പീഡിന് എന്ത് ചെയ്യുന്നു? ദൗഡ്താ ഹെ. തേസ്
दौड़ता है. അപ്പോൾ നമുക്ക് മനസ്സിലായി അവൻ ഓടുന്നത് എങ്ങനെയാണ്, ഭയങ്കര സ്പീഡിലാണ് ഓടുന്നതെന്ന്. ധീരെ ധീരെ ചലത്താ ഹെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവൻ പതുക്കെ പതുക്കെയാണ് നടക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ തേസ് ദൗഡ്താ ഹെ എന്ന് പറയുമ്പോൾ മനസ്സിലായോ, ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്നതിനാണ് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ഇതിലും 4 ഭേദമുണ്ട്. ഒന്ന് സ്ഥാനവാചക്, കാലവാചക്, പരിമാണവാചക്, രീതിവാചക്. ഇത് നിങ്ങൾ കൂടുതൽ ഇപ്പം പഠിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്രിയാവിശേഷണം മനസ്സിലായല്ലോ. ഒരു സെൻറ്റൻസ് തരുമ്പോൾ ക്രിയാവിശേഷനെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഡൂയിങ് വേർഡിൻ്റെ കൂടെ എന്ത് ചെയ്യും, അതിനെ വിശേഷിപ്പിക്കുന്ന അല്ലേ, ആ ഒരു വർക്ക് ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ക്രിയാവിശേഷൻ. അപ്പോൾ നമ്മൾ 4 ഇത് പഠിച്ചു. ഒന്ന് സംജ്ഞ, വിശേഷൻ, ക്രിയാവിശേഷൻ. ഈ 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? സംജ്ഞ എന്ന് പറഞ്ഞാൽ അറിയാലോ, നെയിമിങ് വേർഡ്. പിന്നെ എന്താണ് വിശേഷൻ, സംജ്ഞയെ മോഡിഫൈ ചെയ്യുന്നതാണ് വിശേഷൻ എന്നറിയാം. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൂയിങ് വേർഡിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡൂയിങ് വേർഡിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് എന്താണ്, ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വർബ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ തന്നെ പഠിക്കണം. ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും. ധീരെ ധീരെ ചലത്തെ ഹെ, ധീരെ ധീരെ അല്ലേ, രാം ധീരെ ധീരെ ചലത്തെ ഹെ. രാം എന്ന് പറയുന്നത് എന്തായിരിക്കും, നൗണായിരിക്കും. ധീരെ ധീരെ എന്തായിരിക്കും, ആഡ്വർബായിരിക്കും. ചലത്താ ഹെ, ചൽ എന്തായിരിക്കും, വെർബായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ, ഒരു വേർഡ് കണ്ടാൽ അത് ക്രിയയാണോ ക്രിയാവിശേഷനാണോ സംജ്ഞയാണോ വിശേഷനാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് പഠിക്കാം, ഉപസർഗം പ്രത്യയം. ഉപസർഗം പ്രത്യയം നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ചു എന്നറിയാം, എന്നാലും ഒന്നും കൂടി ടീച്ചർ പറഞ്ഞു തരാണ്. ഉപസർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ശബ്ദത്തിൻ്റെ ആദ്യം ചേർക്കുന്ന വാക്കിനെയാണ് ഉപസർഗം എന്ന് പറയുന്നത് അല്ലേ. ഉപ പ്ലസ് സർഗാണ് ഉപസർഗ്. അപ്പോൾ എന്താണ് പറയുന്നത്, ജോ കിസി ശബ്ദ് के आरंभ में जुटकर उसके अर्थ में क्या होता है, विशेषता लाते हैं. विशेषता ला दिया उसका अर्थ ही बदल दे. जो किसी शब्द के आरंभ में जुटकर उसके अर्थ में विशेषता ला दे या उसके अर्थ ही बदल दे. ഒരു ശബ്ദത്തിന് ഒരു വാക്ക് ആദ്യം ചേർക്കുമ്പോൾ ആ വാക്കിൻ്റെ ആ കിട്ടുന്ന മൂലവാക്കിൻ്റെ അർത്ഥമേ മാറിപ്പോവും. അതിനെയാണ് എന്ത് പറയുന്നത്, ഉപസർഗം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ജ്ഞാനി എന്നുള്ള അർത്ഥമാണ് അല്ലേ, നല്ല ഞാൻ. അതിനെ ഞാൻ പ്ലസ് ആയും കൂടെ ചേർത്തു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മനുഷ്യൻ എന്തില്ല, ഒരു നോളേജും ഇല്ല. മനസ്സിലായോ? ഒരു മൂലശബ്ദം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു മൂലശബ്ദത്തിൻ്റെ കൂടെ വേറെ ഒരു വാക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതും ഫ്രണ്ടിൽ തന്നെ ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥമേ മാറിപ്പോവും. അതിനെയാണ് ഉപസർഗം എന്ന് പറയുന്നത്. ജോ കിസി ശബ്ദക്ക് ആരംഭം സേ മേ ജുട്കർ ഉസ്കെ अर्थ में विशेषता ला दे या उसका अर्थ ही बदल दे. അല്ലേ, അതിൻ്റെ ഒരു വാക്കിൻ്റെ ആദ്യം ഒരു വാക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥമേ മാറിപ്പോവും. അതിനെയാണ് എന്ത് പറയുന്നത്, ഉപസർഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യം ചേർക്കുന്ന വാക്കിനെയാണ് എന്ത് പറയുന്നത്, ഉപസർഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉപസർഗം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചേർക്കും. അപ്പോൾ പ്രത്യയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രത്യയ സഫിക്സ് അതെങ്ങനെയാണ്, നമ്മൾ ലാസ്റ്റ് ചേർക്കും അല്ലേ. പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് പ്രത്യയം. അപ്പോൾ നമുക്ക് നോക്കാം. ആരംഭം എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ആരംഭം എന്ന് പറയുന്നതിന് എന്ത് ചെയ്യും, അന്ത്
अंत ഇതിൽ ചേർക്കുമ്പോൾ എന്ത് പറ്റും जो किसी शब्द के अंत में जुड़कर उसके अर्थ में विशेषता ला दे उसको क्या होता है उसको प्रत्यय कहते हैं ഒരു ശബ്ദത്തിൻ്റെ അവസാനം ചേർക്കുന്ന വേർഡാണ് അതിൻ്റെ അർത്ഥമേ മാറിപ്പോവും അല്ലേ അപ്പോൾ നോക്കാം ദേവ് ദേവൻ അല്ലേ ദേവ് പ്ലസ് താ ചേർക്കുമ്പോൾ എന്തേ ദേവത ദേവത എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ലേ സ്ത്രീ ദൈവങ്ങളെ നമ്മൾ ദേവത എന്നാണ് പറയുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലേ പുരുഷൻ്റെ കൂടെ ഒരു തായും കൂടെ ചേർക്കുമ്പോൾ ദേവതയായി അപ്പോൾ എന്താണ് ഉപസർഗം എന്ന് പറഞ്ഞാൽ ഓ പഹലെ ജോഡ്നെ വാലെ ശബ്ദ് അവർ പ്രത്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അന്തുമേം ജോഡ്നെ വാലെ ശബ്ദക്കോ എന്തെയും ശബ്ദം മാത്രമല്ല ആ മൂലരൂപിൻ്റെ അർത്ഥവും മാറിപ്പോവും അല്ലേ ആ വേർഡേ അങ്ങ് മാറിപ്പോവും അതിനെയാണ് എന്തോന്ന് പറയുന്നത് മോഹം എന്ന് പറഞ്ഞാൽ എന്താ മോഹിക്കുന്നത് അതിൻ്റെ കൂടെ നീ ചേർക്കുമ്പം സ്ത്രീ ആയിപ്പോവും മോഹിനി നമ്മളെ മോഹിപ്പിച്ചെടുത്തോണ്ട് പോകും അല്ലേ മോഹിനി മനസ്സിലായോ അപ്പോൾ ഒരു ശബ്ദത്തിൻ്റെ ആദ്യം അല്ലേ ജോ ശബ്ദക്ക് പഹലെ जोड़कर क्या होती है किसी शब्द के पहले जोड़ने से उपसर्ग होते हैं जो किसी शब्द के अंत में जुड़कर उसके अर्थ में विशेषता या उसका अर्थ में बदल दे उसे प्रत्यय कहते हैं ഈ പ്രത്യയം ഉപസർഗം ഒരിക്കലും മറക്കരുത് നമ്മൾ ഇത് 10th വരെ നമുക്ക് ഇത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത് ഇപ്പോഴേ പഠിച്ച് പോകണം ഓക്കെ